നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററാണ്. അതിന്റെ അവസാനത്തെ ഭാഗമാണിത്. നമ്മൾ എടുക്കുന്നത് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, ഇലക്ട്രിക് ഷോക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതോടെ ചാപ്റ്റർ ഓക്കെ. ഫസ്റ്റ് പവർ ട്രാൻസ്മിഷൻ. എന്താണ് പവർ ട്രാൻസ്മിഷൻ നോക്കാം. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പവർ നമ്മളെ ഇത് പവറൊക്കെ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളിലുണ്ട് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് വാട്ടർ, നമുക്ക് എന്ത് ചെയ്യും, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ട് അല്ലെ. അതൊക്കെ ഉണ്ടാക്കുന്ന എവിടെയാണ്? പവർ സ്റ്റേഷനിലാണ് അല്ലെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമ്മൾ ഡാമുകളൊക്കെ കണ്ടു അല്ലെ. വെള്ളമൊക്കെ കെട്ടി നിർത്തി അതിലൂടെ ഡാമുകൾ കറക്കി അതിലെ ടർബൈനുകളായിട്ട് അത് കറക്കി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി എന്താണ് ഉണ്ടാക്കാൻ. അതായത് ടർബൈനുകൾ കറക്കുമ്പോൾ വെള്ളം ഇതിലേക്ക് വെള്ളം വീഴുമ്പോൾ അതിലേക്ക് ആ ടർബൈനിന്റെ ലീഫിലേക്ക് വെള്ളം വീഴുന്ന സമയത്ത് ടർബൈനുകൾ കറങ്ങും. ടർബൈനുകൾ കറങ്ങുന്ന സമയത്ത് നമ്മൾ ജനറേറ്റർ വർക്കിംഗ് എങ്ങനെയുണ്ടാവും അല്ലെ. ജനറേറ്റർ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേപോലെ തന്നെ അവിടെ ആ വർക്കിംഗ് കണ്ടീഷൻ പോലെ, അതായത് അതിന്റെ ഉള്ളിൽ ഒരു വലിയ ഹ്യൂജ് മാഗ്നറ്റ് ഉണ്ടാവും. ആ ഹ്യൂജ് മാഗ്നറ്റിന്റെ ഉള്ളിൽ ഒരു വലിയ കോയിൽസുകൾ, ആർമേച്ചർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ജനറേറ്റർ അതേപോലെ തന്നെ ആ ജനറേറ്റർ ഇതിന്റെ നേരെ ഒരു എൻഡില് ഒരു ടർബൈൻ കൊടുത്തിട്ടുണ്ടാവും, ഒരു ലീഫ്. അതിലേക്കും ഈ വെള്ളം വീഴാം. ഈ വെള്ളം എന്താണ് ഹൈ ഫോഴ്സിലായിരിക്കും വീഴുമ്പോൾ ആ ടർബൈനുകൾ കറങ്ങുകയും അതിന് ഫലമായിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുകയും ചെയ്യും. ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീറ്റ് നമുക്ക് എടുക്കാം. അത് ജിയോ തെർമൽ, അങ്ങനെ പലതുണ്ട്. ജിയോ തെർമൽ പവർ സ്റ്റേഷൻ, അതായത് ഭൂമിക്കടിയിലെ മാഗ്മ അവിടെ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നടത്തുന്ന പ്രവർത്തിയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഒക്കെ. അങ്ങനത്തെ പലതുണ്ട്. ഇതിപ്പം പലതുണ്ട്. നമുക്കിവിടെ പലതുണ്ട്. കുറ്റ്യാടി, ഇതുപോലെ മുല്ലപ്പെരിയാറ്, ഓക്കെ, ഇടുക്കി, ഇതൊക്കെ അതിന്റെ രീതിയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്കിവിടെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് കായംകുളത്തിലാണ്. അവിടെ ജിയോ തെർമൽ ഒന്നല്ല ഉപയോഗിക്കുന്നത്, ഹീറ്റ് ട്രാൻസ്മിഷൻ വേറെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ കേസിൽ എന്താണ് ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുക. ഇനി അത് കൂടാതെ ഡീസൽ പവർ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നമ്മളെ കോഴിക്കോട് നല്ലളം എന്ന് പറയുന്നത് എന്താണ് ഡീസൽ പവർ സ്റ്റേഷന്റെ എക്സാമ്പിൾ. ലിക്വിഡ് നാഫ്റ്റയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ പവർ സ്റ്റേഷനിൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഇലക്ട്രിസിറ്റി, അതായത് എങ്ങനെയാണ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാം. അതായത് പൊട്ടൻഷ്യൽ എനർജി, വെള്ളം കെട്ടി വെച്ചിരിക്കുന്ന എനർജി അവിടെ കെട്ടിയിരിക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വിടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ലോസ്, പൊട്ടൻഷ്യൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ, ഉണ്ടാവില്ലേ? അതിന്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇതായിട്ട് അവസാനം വെള്ളം നേരെ അതിലേക്ക് വീഴുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി ഫോം ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യും, ആ ജനറേറ്റ് ചെയ്യുന്ന ആ എനർജിയെ നമുക്ക് അവിടെ ആ മോട്ടർ പോലെ ആ ലീഫിനെ കറക്കുന്നു. ലീഫ് വിത്ത് ആർമേച്ചർ കോയിലിനെ കറക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മെക്കാനിക്കൽ എനർജി ഈ മാഗ്നറ്റിന്റെ ഉള്ളിലാണല്ലോ ഈ കോയിലുകൾ കറങ്ങുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ ജനറേറ്റ് ചെയ്യും. ഇതാണ് പവർ സ്റ്റേഷനിൽ നടക്കുന്നത്. പവർ സ്റ്റേഷനിലെ വോൾട്ട് എന്ന് പറയുന്നത് 11 kV to 220 kV ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം പവർ സ്റ്റേഷനിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി, ആ കറണ്ട് എന്ത് ചെയ്യും, ജനറേറ്റർ ഉപയോഗിച്ചിട്ട് അതുപോലെ അതെന്ത് ചെയ്യും, അതിന്റെ തൊട്ടടുത്തുള്ള സബ്സ്റ്റേഷനുകളിലേക്ക് കടത്തിവിടും. ഇപ്പൊ നമ്മളെ യൂണിവേഴ്സിറ്റിക്കടുത്തൊക്കെ, കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്കടുത്തൊക്കെ അതേപോലെ പവർ സ്റ്റേഷനുകളുണ്ട്, സബ്സ്റ്റേഷനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊക്കെ കിട്ടുന്നത് സബ്സ്റ്റേഷനുകളാണ്. അതായത് ഇവിടെ ഉണ്ടാക്കുന്നത് എവിടെയാണ്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് പവർ സ്റ്റേഷനിലാണ്. പവർ സ്റ്റേഷനിൽ നിന്ന് അടുത്തുള്ള കുറെ സബ്സ്റ്റേഷനിലേക്ക് കൊടുക്കുകയും സബ്സ്റ്റേഷനിൽ നിന്ന് വേറെ അടുത്ത സബ്സ്റ്റേഷനിലേക്ക് കൊടുത്ത് അടുത്തടുത്ത് ഉള്ള സബ്സ്റ്റേഷനിലേക്ക് കൊടുത്ത് അവിടെ നിന്നാണ് നിങ്ങൾ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ, അതിൽ നിന്നാണ് നിങ്ങളുടെ വീട്ടിലുകളിലേക്കൊക്കെ കറണ്ട് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ പറയുന്നത് പവർ ട്രാൻസിഷൻ. പവർ ഒരു സ്ഥലത്തു നിന്ന്, അതായത് പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്തു നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവസാനം പല സബ്സ്റ്റേഷനിലൂടെ എത്തിയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരുണ്ട് പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ പ്രോസസ് പറയുന്നത്. ഓക്കെ, അതായത് പല സ്ഥലത്തേക്കും
കൊടുക്കുക. ഓക്കെ, ഇതാണ് പവർ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പവർ സ്റ്റേഷനിലെ കേസിൽ എന്താ, ഹിയർ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഓൺ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് കിട്ടും അല്ലെ. ഹിയർ ത്രീ ഫേസ് AC ജനറേറ്റർ, അതായത് ഇതാണ് 3 ഫേസ് ആയിട്ടുള്ള സിംഗിൾ ഫേസും 3 ഫേസും നമുക്ക് ഈ ഇതിൽ നമുക്ക് പഠിക്കാറില്ല. ആദ്യത്തെ സിലബസുകളിൽ കുറച്ച് 3 ഫേസ് ജനറേറ്ററെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സിലബസിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് അടുത്ത ക്ലാസ് ചിലതിൽ ഉണ്ടാകാം, നമുക്ക് ചാപ്റ്ററുകളിലൊക്കെ കാണാം, ചിലപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് 3 ഫേസ് ജനറേറ്റർ. 3 ഫേസ് ജനറേഷൻ 3 ഫേസുകളിലാണ് വർക്ക് ചെയ്യുക. ഒരേ സമയം 3 ഫേസിൽ വർക്ക് ചെയ്യുന്നതാണ് 3 ഫേസ് ജനറേറ്റർ. ഇത്രയെങ്കിലും മനസ്സിലാക്കാം. അപ്പോൾ 3 ഫേസ് ജനറേറ്ററിന്റെ ഹ്യൂജ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വെക്കും. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. In India, electricity is produced at 11 kV or 11,000 volt and 230 volt supplied to the domestic consumption. അതായത് ഇത് ഇങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. അതായത് 11 kV വോൾട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 11 kV വോൾട്ടാണ് എവിടെ പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുക. ആ പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്ത ഈ കറണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ഒരു ഇതിന്റെ മുകളിലൂടെ ഇരുമ്പ് പോസ്റ്റ് കൊടുക്കുന്നത്, ചെറുതല്ല, നല്ല വലുപ്പത്തിൽ നിങ്ങൾ ഒരുപാട് ഹൈറ്റിൽ ഇങ്ങനെ ഒരു വയറിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു. അത് 11 kV വോൾട്ട്. അതിന്റെ മുകളിൽ താഴെ എഴുതിയിട്ടുണ്ട് 11 kV വോൾട്ട് എന്ത് ചെയ്യണം, കോഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവിടെ നിന്ന് അതിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് മുകളിലോട്ട് മുകളിൽ വെക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ താഴത്തു കൂടെയാണ് അത് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പോലും അത് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഇലക്ട്രിസിറ്റിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത് എത്രയും മുകളിൽ വെക്കുന്നത്. ഒക്കെ ഇതൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മളെ ഏതാണ് പവർ സ്റ്റേഷനിൽ എത്ര വോൾട്ടേജ് ആട്ടാ, 11 kV ഓർ 11,000 വോൾട്ട്. ഓക്കെ, അതായത് നമ്മുടെ വീടുകളിൽ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാ, 220 to 240 ആണ്. 220 മുതൽ 240 വരെ ഒരു റേഞ്ചാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അതിന്റെ ഒരു ആവറേജ് ആയതുകൊണ്ടാണ് 230 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിന്റെ എത്രയാണ് 220 to 240 വോൾട്ട് വരെ, മിനിമം 220 മുതൽ 240 വരെ വോൾട്ട് വേണമെന്നാണ് പറയുന്നത്. എന്നാൽ ചില സമയത്തൊക്കെ വോൾട്ടേജ് കുറവാകാറുണ്ട്, ചില സമയത്ത് വോൾട്ടേജ് കൂടാറുണ്ട്. ഓക്കെ, എന്നാൽ ആ വോൾട്ടേജ് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡാമേജ് ആവും. അതുപോലെ നമ്മുടെ വോൾട്ടേജ് വല്ലാതെ കുറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഡാമേജ് ചെയ്യും. അപ്പൊ അതിന് നമ്മുടെ ഈ റേഞ്ചിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ ഡിവൈസസും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് 220നും 240നും ഇടയ്ക്കുള്ള വോൾട്ടേജ് ഇതാക്കാൻ ചേഞ്ച് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കഴിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഗൾഫിലൊക്കെ 180 വോൾട്ടാണ്. പണ്ട് കാലത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ട്, ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോമറിന്റെ കേസിലൊക്കെ അന്ന് പറഞ്ഞതാണ്, ഇപ്പോൾ വന്നിട്ട് വർക്ക് ചെയ്യാത്തൊരവസ്ഥ അല്ലേ. അത് ഈ കാരണം കൊണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പവർ സ്റ്റേഷന്റെ കേസിൽ ഇനി അടുത്ത കാര്യങ്ങൾ നോക്കാം. ട്രാൻസ്മിഷൻ ലോസ്. ഓക്കെ, എന്താണ് ട്രാൻസ്മിഷൻ ലോസ്? എന്താണ് ട്രാൻസ്മിഷൻ ലോസ്? നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഒരു പവർ സ്റ്റേഷനിൽ നിന്ന് സബ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ എത്തിക്കോളുന്നില്ല. കാരണം ഇത് വയറിലൂടെയാണ് പോകുന്നത്. വയറിൽ എന്തുണ്ടാവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാം അല്ലെ, റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ. അതായത് പ്രത്യേകിച്ച് ഇത് AC കറണ്ടാ പോകുന്നത്. AC കറണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവും, അവിടെ എന്തുണ്ടാവും, ഇൻഡക്റ്റിംഗ് പവർ എന്തായാലും ഇൻഡക്റ്റിംഗ് പവർ ആയിട്ടുള്ള ഒരു ബാക്ക് EMF അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഒരു സെൽഫ് ഇൻഡക്ഷന്റെ ഫലമായിട്ട് ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഹൈ ഹീറ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു റെസിസ്റ്റിവിറ്റി എന്തായാലും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് പവർ ട്രാൻസ്മിഷൻ ലോസ്, അവിടെ ഇലക്ട്രിസിറ്റിയുടെ ലോസ് കുറഞ്ഞ രീതിയിലുണ്ടാവും. ഓക്കെ, ഫ്രം ഹീറ്റ്, അത് ഹീറ്റ് ആയിട്ടൊക്കെ ഇൻഡക്റ്റൻ പവർ പോലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഹീറ്റ് ആയിട്ട് പോകുന്നത്. ദിസ് ഈസ് നോൺ ആസ് ട്രാൻസ്മിഷൻ ലോസ്. ഇതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത്.
ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ടു ഡിസ്റ്റൻസ് പ്ലേസ് ഈസ് ഡൺ അറ്റ് ഹൈ വോൾട്ടേജ്. അതായത് ഒരുപാട് ദൂരത്തുള്ള ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് ഇല്ല ഈ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് എത്തണമെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ എത്തില്ലെങ്കിൽ ഒരു ചെറിയ വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, വളരെ കുറഞ്ഞു പോകും, ഒന്നുമില്ലാതെയും. ഓക്കെ, എല്ലാവർക്കും ഇതിൽ നിന്നൊക്കെ ഹീറ്റായിട്ട് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതാവും. അവിടെ കൊടുക്കുന്ന സ്ഥലത്ത് നല്ല ഹൈ വോൾട്ടേജ് ആയിരിക്കും കൊടുത്തു പോകും. അവിടെ എത്തുമ്പോഴേക്ക് കുറച്ചെങ്കിലും കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അതെന്തായാലും കുഴപ്പമില്ല എന്ന രീതിയിലും. ദിസ് വിൽ റെഡ്യൂസ് ദ പ്രോബ്ലം ഓഫ് ട്രാൻസ്മിഷൻ ലോസ് ഓഫ് സം എക്സ്റ്റെന്റ്. ചില കുറച്ചെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്മിഷൻ എന്ത് ചെയ്യും, ഈ റെഡ്യൂസ് ഈ ചില പ്രോബ്ലംസ് ഈ ട്രാൻസ്മിഷൻ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്താണ്, ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ നടത്തുന്നു. അതായത് ഡിസ്റ്റൻസ് പ്ലേസ്, വലിയ ഡിസ്റ്റൻസ് ഉള്ള പ്ലേസിലേക്ക് അത് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ദ ജൂൾസ് ലോ H is equal to I square RT. H എന്ന് പറയുന്നത് I square RT പഠിക്കാം. ഓക്കെ, H is equal to I square RT. I എന്ന് പറയുന്നത് കറണ്ട്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, T is equal to എന്താണ്, T is the T is the temperature. ഓക്കെ, സോ എന്ത് ചെയ്യും, അപ്പം ഈ ഇതാണ് ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്കിവിടെ പവർ I square R എന്ന് പറഞ്ഞാൽ എന്താണ്, പവറാണ്. I square R എന്ന് പറഞ്ഞാൽ പവറാണ്. ഓക്കെ, അതുകൊണ്ട് വേറൊരു ഇതാണ് I square R. അപ്പൊ അവിടെ പവർ എന്ത് ചെയ്യും, ഇവിടെ ട്രാൻസിഷന് അതായത് പവർ ലോസ് ഉണ്ടാവും, ഹീറ്റായിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ദെൻ ഇവിടെ എന്താണ് പറയുന്നത്, when we reduce the current the power decreases, P is equal to IV. അതായത് V എന്ന് പറഞ്ഞാൽ IR, അങ്ങനെയാണ്. V is equal to IR into എന്താണ്, P is equal to IR, I square R ആണ്. P is equal to I square R അല്ലേ, അപ്പം P is equal to I into IR എന്ന് എഴുതി കൂടെ. ആ IR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V is equal to IR ആണ്. അതിനനുസരിച്ച് P is equal to IV ആയി മാറി. ഓക്കെ, പവർ ലോസ് ഇതൊക്കെ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളത് എന്താണ്, ഇൻക്രീസ് ദ വോൾട്ടേജ് ഈസ് ഇൻക്രീസ് അപ് ടു 220 kV അറ്റ് ദ പവർ സ്റ്റേഷൻ ഇറ്റ്സെൽഫ്. പവർ സ്റ്റേഷനിൽ ഉണ്ടാവും, പവർ സ്റ്റേഷനിൽ അവിടെ തന്നെ എന്ത് ചെയ്യും, 220 kV ആക്കി മാറ്റിയിട്ട് തന്നെ ചെയ്യും. ഓക്കെ, എന്നാലും നമുക്ക് എന്ത് ചെയ്യും, അത് വോൾട്ടേജ് ഹ്യൂജ് എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ അവിടെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റും, കിട്ടുന്നതിന് ഹൈ വോൾട്ടേജ് ആക്കി മാറ്റിയിട്ട് അവിടെ ഹൈ വോൾട്ടേജ് ആയിട്ടാണ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുക. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. എന്താണ്, വി ഗെറ്റ് 220 വോൾട്ട്. നമുക്ക് അവിടെ 220 ഇത് ശ്രദ്ധിക്കണേ, 220 മുതൽ 240 വാൾട്ട് വരെയാണ് ശരിക്കും പറയുന്നത്. നമ്മളത് ആവറേജ് ആയിട്ടാണ് 230 വോൾട്ട് എന്ന് കോൺസ്റ്റന്റ് പറയുന്നത്. ശരിക്കും അത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഒന്നും കിട്ടില്ല, അപ്പോൾ കൂടുതൽ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ വീടുകളിൽ കിട്ടുന്നത് 230 വാൾട്ടാണ്. അതായത് 220 മുതൽ 240 വരെ വോൾട്ടുകൾക്ക് വരെ റേഞ്ച് ഉണ്ടാകാം. അത് ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ കിട്ടുന്നതാണ്. അതുപോലെ എന്താണ്, 400 വോൾട്ട് ആണ് എന്ത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കമ്പനികളിലോ ഇതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അവിടെ എന്താണ് 400 വോൾട്ട് ആയിരിക്കും അവർക്ക് കൊടുക്കുന്ന സപ്ലൈ. അവർക്ക് നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്ന വോൾട്ടേജ് 220 മുതൽ 240 വരെ, അതായത് അതിന്റെ ആവറേജ് ആയിട്ട് 230 വോൾട്ട് വരെ. എന്നാൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ 400 വോൾട്ട്. അത് ചോദിക്കാം ചിലപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 3 pin wires are going in the 3 p going and 4 p വയേഴ്സ് കമ്മി ആവും. അതായത് ഒരു ന്യൂട്രലും കൂടി എക്സ്ട്രാ വരും, അത്രേ ഉള്ളൂ. അത് നോക്കാം. ഈ പവർ അതൊന്നും വേണ്ട, അത് പ്രശ്നമൊന്നും ഇല്ലാതെ കാര്യങ്ങൾക്കൊന്നും. ഫേസ് ഇനി
ഇനി നമുക്ക് ഇതില് പവർ ട്രാൻസ്മിഷന്റെ കേസിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒരു ഫേസും ന്യൂട്രലും ആവശ്യമാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റിന്റെ മുകളിൽ കൂടെ 2 വയറ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതൊന്ന് എന്താണ് ഫേസും ഒന്ന് ന്യൂട്രലുമാണ്. ഓക്കെ, ഇത് രണ്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കറണ്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഫേസ് ലൈനിലൂടെയാണ് നമുക്ക് കറണ്ട് വരിക. ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ അതിനൊരു എർത്തിങ്ങിന്റെ പോലുള്ള ഒരു ഇതന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അതിന് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് വർക്ക് ചെയ്യുള്ളൂ, എന്ത് ഡിവൈസും വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, മിനിമം 2 വയറെങ്കിലും വേണം. ഓക്കെ, ഇനി അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ട്, എർത്തുണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എങ്ങനെയാണ്? ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, അപ്പൊ നമ്മൾ പവർ സ്റ്റേഷനിൽ നിന്ന് സബ് സ്റ്റേഷനിലേക്ക് വന്ന് സബ് സ്റ്റേഷനിൽ നിന്ന് ഹൗസിലേക്ക് കൊടുക്കും, ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു പറഞ്ഞു. ഈ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ എങ്ങനെയാ വരാം? ഇത് നോക്കാം. ഈ ചിത്രത്തിലെ പോസ്റ്റിൽ നിന്ന് 2 വയറ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഒന്ന് ലൈന്, ഒന്ന് ഫേസ് ലൈൻ. ഫേസ് ലൈനും ന്യൂട്രൽ ലൈൻസും. ഓക്കെ, നമ്മളിങ്ങനെ ലൈനിന് നമ്മൾ പിന്നെ പറയുമ്പോൾ എന്താണ് നമ്മൾ കൂടുതൽ ഫേസ് ലൈൻസ് ആയിട്ട് നമ്മൾ പറയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയാം ഇതിലൂടെയാണ് ഈ ഫേസ് ലൈൻസിലൂടെയാണ് കറണ്ട് ഉണ്ടാകും. മറ്റേത് ന്യൂട്രൽ ലൈൻസ് ആണ്. ഈ ന്യൂട്രൽ ലൈൻസ് ഫേസ് ലൈൻസ് നേരെ എവിടേക്ക് കണക്ട് ചെയ്യാം? നമ്മുടെ വാട്ട് അവർ മീറ്റർ. നമുക്ക് വാട്ട് അവർ മീറ്റർ നിങ്ങളെ മുന്നിൽ വീട്ടിലെ ഇങ്ങനെ ഒരു മീറ്റർ കാണാം. ഇപ്പം ഇലക്ട്രിക് മീറ്ററാണ് ഉപയോഗിക്കുന്നത്, ഡിജിറ്റലായിട്ടില്ല. അപ്പൊ അത് ഇതിലേക്കാണ് ആദ്യം തന്നെ കണക്ഷൻ പോവുക, അതിലേക്കാണ്. ഓക്കെ, അതിൽ നിന്ന് നേരെ ഒരു മെയിൻ ഫ്യൂസിലേക്ക് പോകും. നമ്മളതിന് കട്ടൗട്ട് എന്നാ പറയാം. അപ്പൊ ഓക്കെ, അതായത് നമ്മളെ ഇലക്ട്രിസിറ്റി ഉള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ അത് കട്ടൗട്ട് എന്നാ പറയും. എന്നാലും മെയിൻ ഫ്യൂസാണ്, അതൊരു വലിയൊരു ഫ്യൂസാണ്. ഓക്കെ, അതായത് യഥാർത്ഥത്തിൽ ഈ മെയിൻ ഫ്യൂസിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ KSEBയുടെ അണ്ടറിലാണ്. നമുക്കൊന്നും ചെയ്യാൻ പാടില്ല, നിയമപ്രകാരം അത് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ഈ മെയിൻ ഫ്യൂസിന് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും മാറ്റം വരുത്താനോ, അതായത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ഫ്യൂസിന് മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ അത് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ KSEBിനെയാണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടതും അതാണ് നിയമപ്രകാരം ചെയ്യേണ്ടത്. അപ്പൊ ഈ 2 വയറുകളും നേരെ എന്ത് ചെയ്യുന്നു, വാട്ട് അവർ മീറ്റർ അഥവാ നമ്മുടെ സാധാരണ മീറ്റർ ഇതിലേക്ക് വരും, ഇലക്ട്രിക് മീറ്റർ. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ റീഡിങ് കാണാലോ, അല്ലെ, കറണ്ട് എത്ര, വോൾട്ട് എത്ര പവർ എത്ര, ഇതൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ടാവും അല്ലെ. ചിലതിലൊക്കെ ടെമ്പറേച്ചർ അടക്കം കാണിക്കുന്നുണ്ട്. അതൊന്നും നോക്കാം, ശ്രദ്ധിക്കുക, കറണ്ട് ഷോക്ക് അടിക്കാത്ത രീതിയിൽ നോക്കാം. ഇത് മെയിൻ ഫ്യൂസ് ഉണ്ട്. ഇതിന് നമ്മൾ പറഞ്ഞു കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ എന്ത് പറയും, കട്ടൗട്ട് എന്നാണ് നമ്മൾ പറയാം. മെയിൻ ഫ്യൂസ് എന്നാണ് മെയിൻ സ്വിച്ചിലേക്ക് പോകാം. നമ്മൾ മെയിൻ സ്വിച്ച് കണ്ടിട്ടുണ്ടാവും, മെയിൻ സ്വിച്ച് ഇവിടുത്തെ മെയിൻ സ്വിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനോ അതിലെന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. മെയിൻ സ്വിച്ച് നമുക്ക് വാട്ട് അവർ മീറ്ററിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പച്ച ലൈൻ പോകുന്നില്ലേ, ഇതാണ് എർത്ത് എന്ന് പറയുന്നത്. എർത്ത്. ഓക്കെ, അപ്പം എർത്ത്, അതായത് ഈ വാട്ട് അവർ മീറ്റർ നേരെ എന്താവും, എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് എർത്ത് എന്ന് പറഞ്ഞാൽ താഴെ എന്താണ് ഒരു ഇരുമ്പിന്റെ ഇത് കുഴിച്ചിട്ടുണ്ടാവും, ആ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അത് എർത്തിങ്ങിന്റെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആവശ്യത്തിലധികം വോൾട്ടേജ് ഒരു ഇതിലേക്ക് വരികയെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഓവർ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജിന് നമുക്ക് എർത്തിലേക്ക് കടത്തിവിടാം. അപ്പൊ നമുക്ക് അവിടെ എന്തില്ല, ഈ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഡാമേജ് വരില്ല. അതേപോലെ ചിലപ്പോൾ വോൾട്ടേജ് വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിൽ എർത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റിയെ എടുക്കാനും പറ്റും. എർത്ത് ഈസ് ആൻ ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറയും. ഇലക്ട്രോണുകൾ സ്വീകരിക്കാനും ആവശ്യത്തിന് സ്വീകരിക്കാനും അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അതിനെ ഉള്ളിലേക്ക് കടത്തിവിടാനും അങ്ങോട്ട് കടത്താനും ഒഴിവാക്കാനും പറ്റുന്ന ഒരു ഡിവൈസാണ് ഇലക്ട്രോൺ ബാങ്ക് പോലെ. പൈസ എടുക്കും പൈസ കൊടുക്കുന്നില്ല, അതേപോലെ. അപ്പൊ ഈ എർത്ത് എന്തിനാന്ന് വെച്ചാൽ ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനും, അല്ലെ ഇത് ഇലക്ട്രിസിറ്റി കൂടുതലുണ്ടെങ്കിൽ അത് ഭൂമിയിലേക്ക് നേരിട്ട് കൊടുക്കാനും, കുറവാണെങ്കിൽ അതിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എർത്തിങ് എന്ന് ഉപയോഗിക്കുന്നത്.
നല്ലൊരു ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 ലൈനും മതി, ഫേസും ന്യൂട്രലും മാത്രം മതി. ഓക്കെ, ആ ഇൻസ്ട്രുമെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എർത്തിങ് കണ്ടന്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ സ്വിച്ചിലെത്തി. മെയിൻ സ്വിച്ചിൽ 3 ഇതുണ്ട്. മെയിൻ സ്വിച്ചിൽ നിന്ന് നമ്മളൊരു ELCB അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു പല ഫ്യൂസുകൾ ഉണ്ടാവും. അങ്ങനെ പല പല ഫ്യൂസുകൾ, ചെറിയ ഫ്യൂസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് പലമാണ് ELCB എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ELCB മുന്നിലുണ്ടാവും, ആദ്യത്തെ കാണുന്നൊരു. അത് ഒഴിവാക്കി, അത് ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ELCB ആണ് നമ്മൾ ഇതിൽ വരുന്നത്, പോസിബിലിറ്റികൾ. ELCB നമുക്ക് ഓണാക്കാനോ ഓഫാക്കാനോ ഒക്കെ ചെയ്യാൻ പറ്റും. മെയിൻ സ്വിച്ചിൽ അതേ പർപ്പസ് തന്നെയാണ് ഇതിലുണ്ടാകുന്നത്. പക്ഷെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഓവർ ചിലപ്പോൾ ഒരു ഇടിമിന്നലോ അങ്ങനെ ഒരു ഓവർ വോൾട്ടേജ് ഇതിൽ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ആ ലിവർ ഡ്രോപ്പ് ആവും. ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു ഡാമേജ് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ELCB എന്നൊരു ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ELCB എന്ന് പറഞ്ഞാൽ ഓവർ വോൾട്ടേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ELCB. ഓക്കെ, ELCB ഇങ്ങനെ ELCBയിൽ നിന്ന് നേരിട്ട്, അതായത് ആ ഒരൊറ്റ ELCB ഒറ്റ ഓണാക്കി ഓഫാക്കി ചെയ്താൽ എല്ലാ ഡിവൈസും ഓഫാകുകയോ ഓണാകുകയും ചെയ്യും. അല്ലെങ്കിൽ ഇടിമിന്നലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. കൂടുതൽ വോൾട്ടേജ് വന്നാലും ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. അതാണ് എന്റെ ELCBയുടെ പർപ്പസ്. ELCBയിൽ നമ്മൾ MCBയിലേക്ക് പോകും. MCB എന്താണ്, ചെറിയ അതിനുള്ളിൽ കാണാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ ചെറിയ മുകളിലോട്ട് താഴോട്ടാക്കാൻ പറ്റുന്ന ഒരു ലിവറുകൾ. അതായത് നിങ്ങൾ ഓരോ റൂമിലേക്കും കണക്ഷൻ കൊടുക്കാൻ വെച്ചോ, ഓരോ റൂമിലേക്കും ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾ ഒരു റൂമിൽ എന്തെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ വർക്ക് നടത്താം, അല്ലെങ്കിൽ വയറിംഗ് ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം തന്നെ നമ്മൾ ഓഫാക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് മാത്രമായിട്ട് എന്ത് ചെയ്യാം, ഓഫാക്കാനോ ഓണാക്കാനോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് MCB. അത് ഇതിന്റെ ELCBയുടെ ഇതിന്റെ ഉള്ളിൽ ഒരു വിധത്തില് ഒരു പ്രത്യേക റെസിസ്റ്റൻസ് കണ്ടന്റ് ആയിട്ടുണ്ടാകും. ഓരോന്നിനും പ്രത്യേക ഓം റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അതൊക്കെ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ യൂസ് ആണ്, നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ELCBയും MCB എന്തിനാണ്, നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നു. നേരിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പല സ്വിച്ചിലേക്കും കൊടുക്കും. സ്വിച്ചിൽ നിന്ന് ഏതൊക്കെ ഡിവൈസ് ആണോ, ഇൻസ്റ്റൻസ് ഫാന്, ബൾബ്, മിക്സി, വാഷിംഗ് മെഷീൻ, TV, ഇതിലേക്കൊക്കെ കണക്ഷൻ കൊടുക്കുന്നത് ഈ സ്വിച്ചിൽ നിന്നാണ്. കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. എർത്ത് ലൈൻ എന്തിനാണ്, ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് അവരെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന്റെ കേസില് പവർ വാട്ട് മീറ്ററിന്റെ കേസിലുള്ള ഇതാണ്. അവിടെ ഇങ്ങനെ പവർ നമ്മളെങ്ങനെ കണക്കാക്കാൻ, നമ്മൾ വീട്ടിൽ വന്നിട്ട് റീഡിംഗ് എടുത്ത് പോകുന്നില്ലേ, വെറുതെ റീഡിംഗ് എടുത്തിട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം, എന്തൊക്കെയായാലും അവർ നോക്കിയിട്ട് തന്നെ എടുത്ത് നോക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അവർ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു ദിവസത്തെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മാസം റീഡിംഗ് എടുത്തു കഴിഞ്ഞ് അടുത്ത 2 മാസം കഴിഞ്ഞിട്ടേക്ക് വരാം. അപ്പൊ ആ 2 മാസത്തിന്റെ ഉള്ളിൽ, അതാണ് 2 മാസം എന്ന് പറഞ്ഞാൽ ടേക്കൺ ഇൻ ഹവേഴ്സ്. അപ്പം അവിടെ ചെറിയ എററുകൾ ഉണ്ടാകും. അതായത് നിങ്ങളിപ്പോ രാവിലെ ഒരു 10 മണിക്ക് വരുന്നതെങ്കിൽ പിന്നെ വേറൊരു ദിവസം ചിലപ്പം വേറെ 2 മാസം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പം പിറ്റേന്ന് വൈകുന്നേരമായിരിക്കും വരിക. അപ്പോൾ ടൈം അവർ നോക്കുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഇതിൽ കൂടുതലോ കുറവൊക്കെ വ്യത്യാസമുണ്ട്. അതും നമ്മൾ നോക്കുന്നില്ല, ഞാനൊരു ദിവസം നോക്കും. ഓക്കെ, ദിവസം നോക്കിയിട്ടാണ് ചെയ്യുക. അതും കൂടി ശരിക്കും പരിഗണിക്കേണ്ടതാണ്. ടൈമും കൂടി കറക്റ്റ് നോക്കണം. 10 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത റീഡിങ്ങും 10 മണിക്ക് തന്നെ റീഡിങ് നോക്കണം. ഓക്കെ, അതാണ് ടൈം, കാലയളവ്. പിന്നെ അടുത്തത് എന്താണ്, പവർ ഇൻ വാട്ട്സ്. അപ്പൊ ആ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ എത്ര വാട്ടാണ് നമുക്ക് ഉപയോഗിച്ചത് എന്ന് നോക്കാം. അതിന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എനർജി കിലോ വാട്ട്, 1 കിലോ വാട്ട്. ഓക്കെ, അപ്പൊ എത്ര വോൾട്ട് യൂസ് ചെയ്തു, ഓക്കെ, ഇറ്റ് ഈസ് യൂസ്, എത്ര വാട്ട് യൂസ് ചെയ്തു, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ടിന്റെ പൈസ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ, അതായത് വാട്ട് അവർ മീറ്റർ എന്താണ്, ഇലക്ട്രിക് ഈസ് യൂസ്ഡ് ടു മെഷർ ദ എനർജി ഇൻ കിലോ വാട്ട് യൂണിറ്റ്, എനർജി ഇൻ ദ
യൂണിറ്റ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് ഹവറിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നത്. കിലോ വാട്ട് ഹവറിലാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ യൂസ് ടു കാൽക്കുലേറ്റ്. ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് വൈ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഷുഡ് എർത്തഡ്. എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് പറയാം. ഓർ ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഒന്നും വരുത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് എർത്തിങ് നമുക്ക് ഉപയോഗിക്കുന്നത്. എർത്തിങ് എന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സേഫ്റ്റി ഫ്യൂസ്, MCB, 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. ഇതിനെ കുറിച്ചൊരു സേഫ്റ്റി മെഷേഴ്സിന്റെ ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. സേഫ്റ്റി മെഷേഴ്സ് ഇത് ചോദിക്കുന്നതാണ്. ഇതിന്റെ സേഫ്റ്റി മെഷേഴ്സ് ഏതൊക്കെയാണ്? സേഫ്റ്റി ഫ്യൂസ്. നമ്മൾ സാധാരണ ഫ്യൂസുകൾ കാണാറുണ്ട് അല്ലേ? ആ ഫ്യൂസ് നമുക്ക് എന്തെങ്കിലും ഓവർ വോൾട്ടേജ് വന്നാൽ ആ ഫ്യൂസ് അടിച്ചു പോയി എന്നൊക്കെ പറയും. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വയറാണ്. ആ വയറ് നമ്മൾ കൊടുക്കുമ്പോൾ ഓവർ കട്ടിയാക്കരുത്. അത് പെട്ടെന്ന് അടിച്ചു പോകുന്ന വിചാരിച്ചിട്ട് ഒരുപാട് വലിയ കട്ടിയുള്ള വയർ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്യൂസിന്റെ പർപ്പസ് അല്ല. എന്നാലും വളരെ നേരിയ വയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ ഫ്യൂസ് കെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ്. അതായത് ഓവർ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂസ് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. ഫ്യൂസിന്റെ ഉള്ളിലുള്ള വയർ എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അപ്പൊ എന്ത് ചെയ്യും, ആ ഡിവൈസ് എന്ത് ചെയ്യില്ല, കേടുവരില്ല. ഫ്യൂസ് വയർ എന്ത് ചെയ്താൽ മതി, രണ്ടാമതും കണക്ട് ചെയ്താൽ മതി. അതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ ഗുണം. ഓക്കെ, ഇനി MCB എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. MCBന്റെ ഫുൾ ഫോം എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എന്താണ്? ഫ്യൂസിന്റെ അതേ പർപ്പസ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ഡ്രോപ്പ് ആവും. എന്താ, സേഫ് ഫ്യൂസ് ആണെങ്കിൽ നമ്മൾ വയർ വെച്ച് കെട്ടി ഉണ്ടാക്കണം. ഇതിലെന്താ ഉണ്ടാവശ്യമില്ല, കെട്ടുണ്ടാകുന്ന നേരം മുകളിലോട്ട് ഒന്നിച്ചാൽ മതി. സ്വിച്ച് പോലെ ബിഹേവ് ചെയ്ത് വെക്കാൻ മതി. എന്നാലും കുറച്ചും കൂടി സേഫുമാണ് ഇതിനെ കുറിച്ചിട്ട്. ഇതിനെന്തെങ്കിലുമൊക്കെ മോയിസ്ചർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് സേഫ്റ്റി ഫ്യൂസിനൊക്കെ മോയിസ്ചർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതായത് ഈർപ്പം ഒക്കെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യും, അത് ഷോക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ELCB. അതിന്റെ ഫോർമ നമ്മൾ പറഞ്ഞു എന്താ, എല്ലാം ഒറ്റയടിക്ക് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ELCB കണ്ടുപിടിക്കുന്നത്. എർത്ത് ലീക്കേജ് ഇലക്ട്രിസിറ്റി ബ്രേക്കർ, സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സെയിം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്. അതിന് ഫുൾ ഫോം ആണ് ചോദിക്കാറുണ്ട്. 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. നമ്മുടെ ഒരു ഇതിന് 3-pin പ്ലഗുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, അതിലടുത്ത സ്ലൈഡ് നമ്മൾ പഠിക്കുന്നത് 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്ങിന്റെ കേസിൽ നോക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, 3-pin ഇതിൽ നമ്മൾ ഒന്ന് എന്താണ്, ഏതിനേക്കാണ് നോക്കാം. 3-pin plugs are used to save some devices. അത് വലിയ ഹ്യൂജ് വോൾട്ടേജ് ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, അതായത് TV, ഫ്രിഡ്ജ്, അങ്ങനത്തെ വലിയ വോൾട്ടേജ് ഉള്ളതിന് കഴിയുന്നത്ര 3-pin ആണ് ഉപയോഗിക്കുക. മറ്റേതും ഇനി 3-pin ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനത്ര വോൾട്ടേജ് ഇല്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3-pin ഉപയോഗിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്ന മാത്രം. കോസ്റ്റ് കുറച്ച് കൂടുന്നുള്ളൂ, വലിയ കോസ്റ്റ് ഒന്നല്ല. If a phase lines comes into contact with the metallic body due to defects in the installation, and when we happen to touch any part of this, അതായത് ഈ ഇൻസ്ട്രുമെന്റ്സിനുള്ളിലൊക്കെ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ ഒരു വയറ് എന്ത് ചെയ്യാണ്, ഫേസ് ലൈൻസ് ബോഡി ആയിട്ട് അതിന്റെ മെറ്റാലിക് ബോഡി, ഇസ്തിരിപ്പെട്ടിയാണ്, ഇസ്തിരിപ്പെട്ടിക്ക് ഫേസ് ലൈൻസ് എന്ത് ചെയ്യാണ്, ഫേസ് ലൈൻസ് എന്ത് ചെയ്യാണ്, ഈ ഇസ്തിരിപ്പെട്ടിയുടെ ബോഡിയുടെ മുകളിലോ എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇസ്തിരിപ്പെട്ടി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കില്ലേ. അപ്പൊ അത് ഷോക്ക് ഇല്ലാതാക്കാൻ ആ ഇലക്ട്രിസിറ്റിയെ നേരെ എർത്തിലൂടെ എന്ത് ചെയ്യും, എർത്ത് ചെയ്തിട്ട് നേരെ എർത്തിലൂടെ പുറത്തേക്ക് വിടും. അതാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിങ് എന്ന് പറയുന്നത്.
അങ്ങനെ ഇൻസ്ട്രുമെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതോടൊപ്പം നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇലക്ട്രിക് ഷോക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഡിവൈസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ സേഫ്റ്റി ഡിവൈസിൽ പെടുന്നതാണ്. ഓക്കെ, ഇതില് എർത്തിങ് എന്ന് പറയുന്നത് നിങ്ങൾ 3 ഫേസ് കണ്ടിട്ടുണ്ടാവും. 3 ഫേസിലെ ഏറ്റവും തിക്കായിട്ടുള്ള വണ്ണം കൂടിയ ആ വയറാണ്, അല്ല ആ പിന്നാണെന്ത് എർത്ത് എങ്ങായിട്ട് ഉപയോഗിക്കുന്നത്. എർത്ത്, ഓക്കെ, മനസ്സിലായല്ലോ. എർത്തായിട്ട് ഉപയോഗിക്കുന്നത് ആ തടിച്ചിട്ടുള്ള ആ വണ്ണമുള്ള പിന്നാണ്. ഓക്കെ, ഏറ്റവും മുന്നിലുണ്ടാകുന്ന വണ്ണമുള്ള പിന്നാണ് ഈ എർത്തിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് എർത്ത് തിക്ക് വയർ പറഞ്ഞു. പിന്നെ ഡ്യൂ ടു ദ മോർ തിക്നെസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്, സോ ദ കറണ്ട് ക്യാൻ ഫ്ലോ ദ എർത്ത് ഈസിലി ടു ദ പ്രോപ്പർ. അതായത് എന്താണ്, റെസിസ്റ്റൻസ് കുറയും. എന്തുകൊണ്ടാണ് ആ വണ്ണമുള്ള ഇതാക്കി പിന്നെ ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ അതിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് പോകേണ്ടതാണ്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഷോക്ക് ഇതിൽ ബോഡിയിൽ ടച്ച് ചെയ്ത് വന്നു, അപ്പൊ അതിലൂടെ ആ സെൻട്രൽ ലൈനിലൂടെയാണ് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു. അവിടെ നമ്മൾ വളരെ തിന്നായിട്ടുള്ള ഇതാണ് ഉപയോഗിക്കെങ്കിലോ, വളരെ മെലിഞ്ഞൊരു വയറാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിലൂടെ കറണ്ട് മെല്ലെയാണ് പോവുക. എന്നാൽ തിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യും, പെട്ടെന്നായിട്ട് അങ്ങ് പോകും. ഡിക്രീസിംഗ് റെസിസ്റ്റൻസ് എന്നിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് എർത്തിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് തിക്കായിട്ടുള്ള പിന്നായിട്ട് ഉപയോഗിക്കുന്നത്. സിൻസ് എർത്ത് പിൻ ഈസ് വളരെ കുറച്ചും കൂടി വലുപ്പമുണ്ട്. ആ എർത്തിന്റെ പിന്ന് കുറച്ചും കൂടി വലുപ്പം കൂടുതലാണ് ആസ് കമ്പയറിംഗ് ടു ദ അതർ പിൻസ് ഇൻ ദ സോക്കറ്റ് ഓർ ഇൻ ദ 3-pin പ്ലഗ്. ആ 3-pin പ്ലഗില് 3 എണ്ണത്തിനെ അപേക്ഷിച്ച് ഒന്നിന് വണ്ണം കൂടുതലും ഒരിത്തിരി നീളം കൂടുതലായിരിക്കും. അതാണ് എർത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി MCB ELCB തമ്മിലുള്ള ഡിഫറൻസ് ആണ്. MCB and ELCB, it is used in the place of fuse wire in ബ്രാഞ്ച് സർക്യൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂസ് വയറിന് ഉപയോഗിക്കുന്ന ഫ്യൂസിന്റെ വയറാണ് MCB കണ്ടന്റ് ഉപയോഗിക്കുന്നത്. It helps to break the circuit automatically when there is a current leakage due to installation failure or any other reasons. അതായത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ലീക്കേജോ ഇലക്ട്രിസിറ്റി ലീക്കേജ്, അതായത് നമ്മൾ പറയലേ ഈ ഷോർട്ട് വന്നാൽ ഇലക്ട്രിക് ഷോർട്ടുകളോ വരികയോ അല്ലെങ്കിൽ വല്ല ഇടിമിന്നലോ എന്തെങ്കിലും വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ELCB കണ്ടിട്ട്. ഇതിൽ കുറച്ച് കോസ്റ്റ് ആണ് ELCB. ഈ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ഇതും ഓട്ടോമാറ്റിക്കലായിട്ട് സ്വിച്ച് ഓഫും. പക്ഷെ എന്താണ്, ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ സ്വിച്ച് ഓഫ് ആവൂ ഫ്യൂസ്. അപ്പോൾ നിങ്ങൾ ഓരോ റൂമിലേക്ക് കൊടുത്തിട്ട് ആ റൂമിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് MCBയിൽ ഷോക്ക് ആവും. എന്നാൽ വലിയ എമൗണ്ട് ഇലക്ട്രിസിറ്റി ലീക്കേജ് വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ELCBയിലേക്ക് ലോക്കാവും, മൊത്തം ഇതാവും. അതായത് ഇടിമിന്നലൊക്കെ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ELCBയിലേക്കും ബ്രേക്ക് ചെയ്യാം. ഒരു റൂമിലെല്ലാം ഉണ്ടാകും, മൊത്തം അവിടേക്കും ബാധിക്കും, അത് മൊത്തം ഓഫ് ആവും. A person touching devices does not get an electric shock. ELCB ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ഡിവൈസ് ചിലപ്പോൾ അതിൽ ഓവർ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഷോക്ക് ചെയ്യില്ല. ഓവർ ലീക്കേജ് എന്താ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കായി മാറും. അതുകൊണ്ട് നമുക്ക് അതിന് ഷോക്ക് ഏൽക്കില്ല. അത് ELCB. ആഫ്റ്റർ റെക്ടിഫൈങ് ദ സർക്യൂട്ട് വി ക്യാൻ സ്വിച്ച് ഓൺ ദ MCB. അതായത് അടിച്ചു പോയി എന്തെങ്കിലും ഇതൊക്കെ ഫ്യൂസൊക്കെ ഇതായിട്ട് ഇത് രീതിയിൽ എന്തെങ്കിലും നമ്മൾ ഫ്യൂസ് കെട്ടുന്ന പോലെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക്കൽ ലീക്കേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കത് ആ സ്വിച്ച് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതേപോലെ പഴയ പോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ ആൾസോ യൂസ് അതും ELCB അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി വി ക്യാൻ ആൾസോ യൂസ് RCCB, റെസിഡിയൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഇത് കുറച്ചുകൂടി ELCBക്കാരി കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി പവർ കൂടിയ കുറച്ചുകൂടി സേഫ്റ്റി ഉള്ള സാധനമാണ്. കുറച്ചുകൂടി അതിനനുസരിച്ച് തന്നെ എന്താണ്
കുറച്ചും കൂടി എന്തുണ്ടാവും, നമുക്ക് അവിടെ അതിന്റെ കോസ്റ്റും കൂടുതലായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ELCB മതി. വലിയ വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന RCCB ഒക്കെ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ELCB പകരം അത് അവിടെ അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുക. അത് മോർ സേഫിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഒരു ELCB തന്നെ മതി. ഓക്കെ, ഇറ്റ് വർക്ക്സ് based on the heating and magnetic effect of electric current. ഇപ്പം MCB ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ്, ഹീറ്റിംഗ്, അതായത് നമുക്കവിടെ കൂടുതൽ ഹീറ്റ് വന്നാൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്ട് കൊണ്ടാണ്. അവിടെ കൂടുതൽ ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അതായത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇവിടെ ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതെന്താവും, അവിടെ ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഇലക്ട്രിസിറ്റി കൊണ്ട് അവിടെ എന്താവും, അവിടെ ഒരു കോയിലുണ്ടാവും. അതിനുള്ളിൽ ആ കോയില് ഇലക്ട്രോ മാഗ്നറ്റ് ആവും. അതിന് തൊട്ടടുത്ത് എന്തുണ്ടാവും, ഒരു മാഗ്നറ്റ് ഉണ്ടാവും. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെയിം പോളുകളാണ് അതിലേക്ക് ആ ലിവറിലേക്ക് അറ്റാക്ക് ചെയ്യും, സ്വിച്ച് പോലെ ആക്ട് ചെയ്യപ്പെടും. ഇപ്പൊ നമ്മളിവിടെ ഒരു എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിന്റെ കോയിലുകളായിട്ട് വെച്ചു. ഇവിടെ എന്താണ് സാധാരണ മാഗ്നറ്റും വെച്ചു. ഓക്കെ, സാധാരണ മാഗ്നറ്റും വെച്ചു. ഇനി ഓവർ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കോയിലിൽ കറണ്ട് വന്നിട്ട് കറണ്ട് കൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഒരു മാഗ്നറ്റുമായിട്ട് ഇത് അട്രാക്ട് ചെയ്യും അല്ലെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ ഇതാണ് വർക്ക് ചെയ്യുക. ക്ലിയർ? ഇനി ഇലക്ട്രിക് ഷോക്കിനെ എങ്ങനെ പ്രിക്കോഷൻസ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഉദാഹരണം, ഇത് നിങ്ങൾ എങ്ങനെ നോക്കുകയാണെങ്കിലും പഠിക്കുക, ഇനി അങ്ങോട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള ഒരു ഇതാണ് എന്ത്, ഇലക്ട്രിക് ഷോക്ക്. പ്രിക്കോഷൻസ്: നെവർ ഹാൻഡിൽ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഓർ ഓപ്പറേറ്റ് സ്വിച്ചസ് വെൻ ദ ഹാൻഡ് ആർ വെറ്റ്. നനഞ്ഞതായിട്ടുള്ള കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വിച്ച് തൊടാമോ, ഇങ്ങനത്തെ ഇതൊന്നും തൊടാതിരിക്കാം, ഇലക്ട്രിക്കൽ ഡിവൈസസ് തൊടാതിരിക്കാം. ഓക്കെ, ഇൻസേർട്ട് പ്ലഗ് പിൻ into socket and withdraw them only after switching off. സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോക്കറ്റ്, അതായത് നമ്മുടെ 3 പിന്നില്ലേ, 3 പിൻ അതിലേക്ക് ഇടുകയോ അതൊന്ന് വലിച്ചെടുക്കുകയോ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളത് അതിലിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഷോക്ക് ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. മിക്കവാറും ഈ വയറിങ്ങിന്റെ പണി എടുക്കുന്ന ആളുകളൊക്കെ സ്വിച്ച് ഓൺ ആക്കിയിട്ടേക്ക് അതിലേക്ക് വയറിട്ട് ഇതാക്കാം. അത് അവർ ആ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ അതിങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് ഇതില്ല, കുറച്ച് വലുതാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്ത, ഡു നോട്ട് ഓപ്പറേറ്റ് ഡിവൈസസ് ഓഫ് ഹൈ പവർ യൂസിങ് ഓർഡിനറി സോക്കറ്റ്. എന്ത് ചെയ്യാൻ പാടില്ല, ഡു നോട്ട് ഓപ്പറേറ്റ് ഡിവൈസസ് ഓഫ് ഹൈ പവർ. ഹൈ പവർ ആയിട്ടുള്ള എന്ത് ചെയ്യാം, ഓർഡിനറി അതായത് ഓവർ വോൾട്ടേജ് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസസ് ആണ്. ഇപ്പൊ TV, അല്ല ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കാം. അപ്പൊ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഓർഡിനറി സോക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രിഡ്ജൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ഇത് കൊടുത്തിട്ടുണ്ടാവും. 16 ആംപിയറുള്ള ഓരോ ആംപിയറിനനുസരിച്ചുള്ള ഒരു സ്വിച്ച് ബോർഡ് അതിൽ വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലോഡ് എടുക്കാൻ പറ്റുന്ന സോക്കറ്റ് മാത്രമേ അവിടെ ഉപയോഗിക്കുള്ളൂ. ഓർഡിനറി സോക്കറ്റ് എല്ലാം അവിടെ ഉപയോഗിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്തും ആ ഡിവൈസ് ഡാമേജ് ആവാൻ ചാൻസ് ആണ്. വേർ റബ്ബർ ഫുട്വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക് ഡിവൈസ്. അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഒരു ചൂടിപ്പടമോ അല്ലെങ്കിൽ റബ്ബർ പോലുള്ള എന്തെങ്കിലും ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ കണ്ടന്റ് വെക്കാൻ. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. സോ നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രിസിറ്റി നേരെ എർത്തിലേക്ക് പോകും. എർത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബാങ്ക് പോലെയാണ്, എന്തിനും സ്വീകരിച്ചെടുക്കും ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് അത് ഷോക്ക് എടുക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു റബ്ബറിന്റെയോ പ്ലാസ്റ്റിക് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാറ്റ് വെച്ചിട്ടോ അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ,
നിന്നിട്ട് ഇത് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ചെരുപ്പ് നനഞ്ഞ് ചെരുപ്പാകാതിരിക്കുക. അതുപോലെ ഇട്ടിരിക്കുന്നത് താഴെ വെച്ചിരിക്കുന്നത് ഈ മാറ്റ് നനഞ്ഞതാകാതിരിക്കുക. അങ്ങനെയൊക്കെ അതുകൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ പറയേണ്ടതാണ് ശരിക്കും. ആദ്യം പറഞ്ഞതുകൊണ്ടാണ് വെറ്റിന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞുകൊണ്ടാണ് പറയാനുള്ളത്. ഡു നോട്ട് ടച്ച് ദ ഇന്റീരിയർ പാർട്ട് ഓഫ് ദി കേബിൾ, TV adapter, ensure that there is an insulated cap for the adapter. അതൊക്കെ TV ഉള്ളിൽ TV വർക്കിക്കും തന്നെ മാക്സിമം ബാക്കിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോഴത്തെ ടിവികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ LED LCD ടിവികളൊക്കെയാണ്. ഓക്കെ, അതിന്റെ കേസിൽ നമുക്ക് അങ്ങനെയല്ല, എല്ലാ കേസിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ടിവിയുടെ ബാക്കിൽ ഉള്ള ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിക്കും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഈ എന്ത് ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി അത് കവറൊക്കെ ഇടുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച്, ക്യാപ്പ് ഊരി വെക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ടിവിയുടെ ബാക്കിലൊന്നും നമ്മളങ്ങനെ എടുക്കാതെ മുന്നിൽ അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പം അതിന് മുന്നിലിങ്ങനെ ഇത് ചെയ്യും. ചിലപ്പോൾ ഒരു മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗങ്ങളൊക്കെ ബുദ്ധിക്കുന്നതാണ്. അപ്പൊ അതൊന്നും അങ്ങനെ ചെയ്യാതിരിക്കുക കഴിയുന്നത്. യു ഡോണ്ട് ഫ്ലൈ കൈറ്റ്സ് നിയർ ഇലക്ട്രിക് ലൈൻസ്. ഓക്കെ, അതായത് പട്ടം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇലക്ട്രിക് ലൈനിന്റെ മുകളിലൂടെ അടുത്തുള്ള ഇലക്ട്രിക് ലൈൻസിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഇത് അടുത്തുകൂടെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പട്ടം ഒന്ന് പറത്താൻ പാടില്ല. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ KSEB ഓഫീസിലൊക്കെ പോയാൽ അവിടെ പ്രത്യേകം നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും വായിക്കില്ല എന്ന് മാത്രം. ഡു നോട്ട് യൂസ്, ചില ഇതിലൊക്കെ അവിടെ ഫോട്ടോ സഹിതം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഡു നോട്ട് യൂസ് ടേബിൾ ഫാൻ ടു ഡ്രൈ ഹെയർ. അത് മുടി ഉണക്കാനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ എന്താ ടേബിൾ ഫാനുകൾ കഴിയുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താ, മുടി നേരെ ആ ടേബിൾ ഫാനിന്റെ ഉള്ളിലേക്ക് ഇടുകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, എൻഷുർ ദാറ്റ് there are no all buildings or tall trees near electric lines. നമ്മൾ നോക്കുന്നതല്ല, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, KSEBിനെ വിളിച്ച് പറയണം. നമ്മൾ പോയിട്ട് വെട്ടാനല്ല പോകേണ്ടത്. അതായത് എന്താണ് ഒരു ഈ ഇതിന് എന്താ പാടില്ല, ഒരു ഇലക്ട്രിക് ലൈൻസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് വലിയ ബിൽഡിങ്ങുകൾ പണിഞ്ഞു വെക്കാൻ പാടില്ല. അതൊരിക്കലും അധികൃതർ ചെയ്യേണ്ടതാണ് അതൊക്കെ. അതുണ്ടെങ്കിൽ അവർക്ക് പെർമിഷൻ കൊടുക്കൂല, ഓൾറെഡി ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കില്ല. ഇപ്പം എന്തെങ്കിലും രീതിയിലൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാവരും അതിന് അഗെയിൻസ്റ്റ് നിൽക്കണം. ഓക്കെ, അതിന്റെ വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാം, ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് KSEBക്കാർ വന്നിട്ട് മരത്തിന്റെ ഇതൊക്കെ മുറിച്ചെടുക്കുന്നു. അത് കാരണം അവിടെ അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഓവറായിട്ട് നീണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാം. Ensure that the main switch and ELCB are switched off when maintenance work is being carried out at home. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കേണ്ടതാണ്, നന്നായിട്ട് ഓഫ് ആക്കണം. എന്നിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ TV കാണുന്നുണ്ട്, TV എന്തെങ്കിലും പരിപാടി ഉണ്ട്, അതുകൊണ്ട് അടുത്ത റൂമിൽ വർക്ക് ചെയ്യാൻ വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാതെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ആ TVയുടെ പരിപാടികൾ പിന്നീട് കിട്ടും, പക്ഷെ ജീവിതം ഒരിക്കലും വലിയ തവണ ഉണ്ടാവുന്നു. ഇനി അടുത്ത പ്രിക്കോഷൻ ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. ചില പ്രത്യേക സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയം. അവോയ്ഡ് doing any work that will bring you in contact with electrical circuit. അതായത് നിങ്ങൾ എന്തെങ്കിലും ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇലക്ട്രിക്കൽ വർക്കിൽ നിന്നും നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കാം. There is a possibility to of excess current in the circuit during lightning ലൈറ്റിംഗിന്റെ പ്രകാരം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വോൾട്ടേജ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടിമിന്നലുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യില്ല. കഴിയുന്നത് എന്ത് ചെയ്യുക, സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വലിയ ഡിവൈസുകളൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എന്ത് ചെയ്യണം,
ഓഫ് ആക്കിയിരിക്കണം. ഓക്കെ, അതുകൂടാതെ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാൻ പാടില്ല. ഡിസ്കണക്ട് ദ പ്ലഗ്, അത് ഇവിടെ പറയും ഡിസ്കണക്ട് ദ പ്ലഗ് ഫ്രം ദ സോക്കറ്റ് whenever there is a chance of ലൈറ്റ്നിങ് ഇടിമിന്നലൊക്കെ വരാനുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, സാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ ലൈറ്റ്നിങ് മിന്നിലുണ്ടാകുന്ന സമയത്ത് കഴിയുന്നതിന് മുമ്പ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പ്ലഗ് ഊരിയിടണം. സ്വിച്ച് ഓഫ് ആക്കി പ്ലഗ് ഊരിയിടണം. ഓക്കെ, അത് പ്ലഗ് ഊരിടാതെ എടുക്കരുത്, പ്ലഗ് ഊരിയിടണം. ഇല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ MCB LCD വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ എന്ത് ചെയ്യും, നമ്മളതെന്ത് ചെയ്യും, അത് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും പ്രതീക്ഷിക്കുന്ന അത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെ വരാം. During rain and wind, electric lines are likely to touch in the ground. This may cause danger. We have to be cautious to such occasions. ചില സമയത്തൊക്കെ നിങ്ങൾ ഇലക്ട്രിസിറ്റി വയറുകളൊക്കെ താഴ്ന്നിട്ട് കിടക്കുന്നുണ്ടാവും. ഈ ചില സമയത്ത് ഈ കാറ്റടിച്ചിട്ടൊക്കെ ഈ വയറൊക്കെ നല്ല താഴും, പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ അത് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നത് അവിടുന്ന് ഒഴിഞ്ഞ് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാം. ആണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ പറയാം. നേരിട്ട് എന്നിട്ട് നേരെ KSCB ഓഫീസിലേക്ക് പോയി വിളിച്ച് പറയാം അങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. വേറെ ആർക്കും ഇതുപോലെ ഒരു ഇതുണ്ടാകുമല്ലോ, ഒരു ഡാമേജ് വരാൻ പാടില്ലല്ലോ. ഈ വാട്ടർ എൻറ്റർ ഹോം ഡ്യൂ ടു ഫ്ലഡ് ഓർ അതർ റീസൺസ്, ഡിസ്കണക്ട് ഇലക്ട്രിക് കണക്ഷൻസ്. Reconnect it only after ensuring that the main switch and the switchboard are perfectly dry. ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ നമ്മൾ ചെയ്ത് പോകേണ്ട കാര്യമാണ്. സ്വിച്ച് ഓഫ് ആക്കണം. ഇവിടെ ഇപ്പം മഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ ഫ്ലഡൊക്കെ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. മെയിൻ സ്വിച്ച് LCD എല്ലാം ഓഫ് ആക്കിയിട്ട് എല്ലാ പ്ലഗിലും എന്തെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ വയറൊക്കെ ഊരിയിട്ട് ക്ലിയർ ആക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോകാൻ പാടുള്ളൂ. എന്നിട്ട് തിരികെ വരികയാണെങ്കിലും ആ സ്ഥലങ്ങൾ വെള്ളമൊക്കെ കയറിയതാണെങ്കിൽ അത് ആ ഭാഗത്തൊക്കെ എല്ലാ ഇലക്ട്രിസിറ്റിയുടെ പ്ലഗുകളും എന്ത് ചെയ്യണം, അതിൽ വെള്ളമില്ലാതെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ മോയ്സ്ചേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഈർപ്പം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാകാം, കുറെ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകാം. നിങ്ങൾ എന്ത് ചെയ്യാം, കഴിയുന്നത്ര ഇങ്ങനെ സൂക്ഷിച്ച് ബേസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഷോക്കുകൾ വരാതിരിക്കാൻ ശ്രമിക്കാം. ഇനി അഥവാ ഇലക്ട്രിക് ഷോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വന്ന ആളെ പെട്ടെന്ന് പോയിട്ട് തൊടുകയല്ല ചെയ്യും. ആ വന്ന ആളുകളെ ഒരു നനവില്ലാത്ത എന്തെങ്കിലും ഒരു വടി കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ ആ എവിടെയാണോ ഇതായിട്ട് ഇരിക്കുന്ന വയറുമായിട്ട് ഇതായിട്ട് കണക്ട് ചെയ്യും. ഒരു സ്വിച്ചുമായിട്ടാണ് ഇദ്ദേഹം ടച്ച് ചെയ്തിരിക്കുന്നത് കരുതിയ ഷോക്കുള്ള അതിന്റെ മുകളിൽ, സ്വിച്ചിന്റെ മുകളിൽ ഒരു വിരലുകൊണ്ട് ഉണ്ടാക്കി വെക്കാൻ ശേഷം നിങ്ങൾ ആ വിരല് ഭാഗത്ത് നല്ല ഒഴിവാക്കി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കണം. അടിച്ച് പൊട്ടിക്കല്ല പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അത് ഒഴിവാക്കാം, ആ കണക്ഷൻ ഒഴിവാക്കാം, അതിൽ നിന്ന് ഒഴിവാക്കാം. എന്നാൽ അടിച്ച് പൊട്ടിക്കാൻ നല്ല കൈ പൊട്ടിക്കുക, അതിൽ വേറെ ഇതിന് ബുദ്ധിമുട്ടാവും. അത് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം അതും പോയിട്ട് ടച്ച് ചെയ്യല്ല, കഴിവതും മെയിൻ സ്വിച്ച് ഓഫാക്കുക. മെയിൻ സ്വിച്ച് ഓഫാക്കുക. ഈ മെയിൻ സ്വിച്ച് അടുത്തൊന്നും കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ നനവില്ലാത്ത വടി കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അടിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ ആ കണക്ഷൻ എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഒഴിവാക്കണം. അതിനുശേഷം വന്നു വെച്ചിരിക്കുന്ന ആ ആളെ ആ സ്ഥലത്ത് നിന്ന് എവിടെയാണോ ഈ ഇതായിട്ടുള്ള ഷോക്ക് ഏൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അല്പം കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഏതൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന സമയത്തും അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറ്റി വെക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അപകട സമയത്ത് നമുക്ക് മാനസികമായിട്ടൊരു ഇതുണ്ടാവും, പിന്നെ സ്ഥലം എന്നുള്ളത് ഇത് മനസ്സിലുണ്ടാവും. ആ സമയത്ത് നമുക്ക് മനസ്സിൽ എന്തോ ഒരു തോന്നലുണ്ടാവും, ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നു.
എന്നാൽ അവിടുന്ന് ഒരു ഫ്രഷ് മൈൻഡുള്ള ഫ്രഷ് സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പ്രത്യേക ഊർജ്ജമുണ്ട്. അതുകൊണ്ടാണ് ഏത് ഫസ്റ്റ് ഇയർ ഉണ്ടാകുന്ന സമയത്ത് കഴിയുന്നതൊന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്നത്, മാറ്റി കിടത്തണം എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാ ഈ നട്ടലിനോ അങ്ങനെ ഉണ്ടെങ്കിൽ പോയിട്ട് പിടിച്ച് പൊട്ടുള്ള സമയത്ത് ചെയ്യരുത്. അതിനല്ല കേട്ടോ, അല്ലാത്ത സ്ഥലത്ത് നട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറിലേക്ക് കിടത്തിയിട്ടാവണം കൊണ്ടുപോകുന്നത്, സൂക്ഷിച്ചു വേണം. അത് വേറെ കാര്യം. അത് അങ്ങനെ മാറ്റി കിടത്തിയ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വായിലൂടെ എന്ത് ചെയ്യാം, മൂക്കിലൂടെ എന്ത് ചെയ്യാം, നിങ്ങളെ വായ വെച്ച് ഊതി കൊടുക്കുക. നന്നായിട്ട് ഒരു മൂക്ക് പൊട്ടി മറ്റേ മൂക്കിലൂടെ എന്ത് ചെയ്യാം, നന്നായിട്ട് വായ വെച്ച് ഊതുക. മാത്രമല്ല ഓരോ 3 സെക്കൻഡിനുള്ളിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സെക്കൻഡിലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഹാർട്ട് നിൽക്കുന്ന ഭാഗത്ത് തമ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യണം, ഹാർട്ടുമായിട്ട് പ്രസ് ചെയ്യണം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഹാർട്ട് ഇതാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇലക്ട്രിസിറ്റി ഇതാക്കി വെക്കുന്ന ഒരു ഇതുണ്ട്, ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൈ നമ്മൾ പ്രസ് ചെയ്തിട്ട് ആ ഹാർട്ട് ഉള്ള സ്ഥലത്തൊന്ന് ജസ്റ്റ് അടിക്കണം ഓരോ ദിവസം. അതോടൊപ്പം ഓരോ സെക്കൻഡിൽ ഇത് കൊടുക്കുകയും ചെയ്യും. അത് ഒരേ സമയം കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ 2 പേര് കഴിയുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ കഴിയുന്നത്ര അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് വിളിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അതിനെ റിക്കവർ ചെയ്തിട്ട് ആ ഓട്ടോമാറ്റിക് ആ കൃത്രിമ ശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പോകും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റി ഷോക്കുള്ള ആളുകളെ പോയി നേരിട്ട് തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഷോക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററായിട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് എക്സാമിനേഷൻ ഉണ്ടോ, അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് കൊണ്ടുവരാം. താങ്ക് യു.